നമ്പൂതിരിപ്പാട്. മനവക സകല കാര്യവിചാരവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നേരം നോക്കാൻ എന്ന് ഭാവിച്ച് പൊൻഗടിയാൾ മടിയിൽ നിന്ന് എടുത്ത് തുറന്നു നോക്കി. 5 മണിയായി എന്നു പറഞ്ഞു. ഇന്ദുലേഖ: ഓ, എന്നാൽ സന്ധ്യാവന്ദനത്തിന് സമയമായിരിക്കും. നമ്പൂതിരിപ്പാട്: ഹേ, അതിനൊന്നും സമയമായിട്ടില്ല. ഈ ഗടിയാളൊന്ന് നോക്കേണമോ എന്ന് പറഞ്ഞ് ഗടിയാളും മാലച്ചങ്ങലയും കഴുത്തിലിട്ടിടത്തുനിന്ന് എടുത്തു കൊടുപ്പാൻ ഭാവിച്ചപ്പോൾ ഇന്ദുലേഖ വാങ്ങി ഇത് നല്ല ഗടിയാൾ എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാട്: ഇത് എനിക്ക് മേഘദന്തൻ സായിവ് സമ്മാനമായി കഴിഞ്ഞ കൊല്ലം ഏലമല വാരം 75,000 ഉറുപ്പികയ്ക്ക് കൊടുത്തപ്പോൾ തന്നതാണ്. മേഘദന്തൻ സായിവ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദുലേഖ ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചുപോയി. അതിനുശേഷം ഗടിയാൾ തിരികെ കൊടുത്തു. ഇന്ദുലേഖയുടെ ഈ ചിരിയും ഭാവവും കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് തന്നിൽ അനുരാഗം തുടങ്ങി എന്ന് നമ്പൂതിരിപ്പാടും ഈ മേഘദന്തൻ സായിവിനെ കുറിച്ച് മാധവൻ എഴുതുന്ന കത്തിലെഴുതണമെന്ന് ഇന്ദുലേഖയും ഏകകാലത്തിൽ തന്നെ നിശ്ചയിച്ചു. നമ്പൂതിരിപ്പാട്ടിലേക്ക് മോഹം അതിയായി വർദ്ധിച്ചു. എന്നിട്ട് ഈ ക്ഷമയില്ലാത്ത വിഡ്ഢി പറയുന്നു. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയോടുകൂടി തന്നെ എല്ലായ്പ്പോഴും ഇരിക്കാനാണ് എനിക്ക് മോഹം. ഇന്ദുലേഖ: അത് സാധിക്കാത്ത മോഹമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രത്തോളം പറയുമ്പോഴേക്ക് കേശവൻ നമ്പൂരി വെള്ളിത്തട്ടത്തിൽ മുറുക്കാനും മറ്റും എടുത്ത് മുകളിലേക്ക് കയറി വന്നു. ഇന്ദുലേഖ: എനിക്കിനി മേൽ കഴുകി അമ്പലത്തിൽ പോവണം. കേശവൻ നമ്പൂരി ഇവിടെ ഇരിക്കൂ എന്നും പറഞ്ഞ് വേഗം താഴത്തേക്ക് ഇറങ്ങിപ്പോയി. പോവുമ്പോൾ ഇന്ദുലേഖ കേശവൻ നമ്പൂരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ആ നോക്ക് കേശവൻ നമ്പൂരിക്ക് തൻ്റെ ശരീരത്തിന്മേൽ ഒരു ഇരുമ്പുകോൽ പഴുപ്പിച്ച് ചൂട് വെച്ചതുപോലെ കൊണ്ടു. കേശവൻ നമ്പൂരി വെറ്റിലത്തട്ടം കൊണ്ട് അവിടെ ഇളിഭ്യനായി വശായി. നമ്പൂരിപ്പാട്ടിലേക്ക് ആകപ്പാടെ നല്ല സുഖമായിട്ടില്ല. എങ്കിലും അവിടെ തന്നെ ഇരുന്ന് മുറുക്കി കുറേ നേരം ഇന്ദുലേഖയുടെ മുറിയിലുള്ള സാമാനങ്ങളും മറ്റും നടന്നു നോക്കി. ബുക്കുകൾ വളരെ കണ്ടു. പെണ്ണുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ വളരെ ദോഷമാണെന്ന് തീർച്ചയാക്കി. കേശവൻ നമ്പൂതിരി നമ്പൂതിരിപ്പാടോട്: ഇന്ദുലേഖയ്ക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോവൽ മുടങ്ങാതെ ഉണ്ട്. അതിന് സമയവും മറ്റും കൃത്യമാണ്. അതാണ് ഇപ്പോൾ പൊയ്ക്കളഞ്ഞത്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖ വേഗം ഇങ്ങോട്ട് വരുമല്ലോ. വരുന്നവരെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുക അല്ലേ? കേശവൻ നമ്പൂതിരി: അത് വേണ്ടെന്നു തോന്നുന്നു. അത്താഴം കഴിഞ്ഞ് 9 മണിക്ക് ഇവിടെ വന്ന് ഇന്ദുലേഖയുടെ പാട്ടും മറ്റും കേൾക്കാം. അതല്ലേ നല്ലത്? നമ്പൂതിരിപ്പാട്: അങ്ങനെ തന്നെ, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി ചോട്ടിലേക്ക് പോന്നു. നമ്പൂതിരിപ്പാട് മുകളിൽ കേശവൻ നമ്പൂതിരിയോടുകൂടി ഇന്ദുലേഖയുടെ മാളികയിന്മേലെ സാമാനങ്ങൾ നോക്കുമ്പോൾ ചുവട്ടിൽ ഇന്ദുലേഖയും ചെറുശ്ശേരി നമ്പൂരിയുമായി ഒരു സംഭാഷണം ഉണ്ടായി. ഇന്ദുലേഖ മേൽ കഴുകാൻ എന്ന് പറഞ്ഞ് മാളിക മുകളിൽ നിന്ന് ഇറങ്ങി തെക്കേ അറയിൽ കൂടി 4 കെട്ടിൽ കടന്നപ്പോൾ ചെറുശ്ശേരി നമ്പൂരി തെക്കിനിയിൽ ഒരു കസാലമേൽ താനെ ഇരിക്കുന്നത് കണ്ടു. ഇന്ദുലേഖയെ കണ്ട ഉടനെ നമ്പൂരി കസാലമേൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദുലേഖയുടെ സമീപത്തിലേക്ക് ചെന്ന് മന്ദഹാസത്തോടുകൂടി നിന്നു. ഇന്ദുലേഖയ്ക്ക് നമ്പൂരിയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എങ്കിലും എന്താണ് ആദ്യം പറയേണ്ടത് എന്ന് ഒന്നും തോന്നിയില്ല. അപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണല്ലോ. എന്നാൽ അതിസമർത്ഥനായ ചെറുശ്ശേരി നമ്പൂതിരി ഇന്ദുലേഖയുടെ സൗഖ്യക്കേട് ക്ഷണേന തീർത്തു. ചെറുശ്ശേരി നമ്പൂതിരി: ഇന്ന് കാണാൻ ഇടവരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ ഈ ഗോഷ്ഠിയിലൊന്നുമില്ല. നിർദോഷിയാണേ. എന്നെ ശങ്കിക്കരുതേ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് മനസമാധാനം വന്നു. വാക്കുകൾ ധാരാളമായി പറയാറായി. ഇന്ദുലേഖ: എന്താണ് മുകളിൽ എഴുന്നള്ളാഞ്ഞത്? മുമ്പ് പരിചയവും സ്നേഹവും ഉണ്ടായതുകൊണ്ടായിരിക്കാം. എഴുന്നള്ളിയിട്ടുണ്ടെന്ന് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ചെറുശ്ശേരി നമ്പൂരി: നമ്പൂതിരി മുകളിലേക്ക് വരുമ്പോൾ എന്നെ വിളിച്ചില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരിൽ ഒരുവൻ്റെ സ്ഥിതിയിലാണല്ലോ. അതുകൊണ്ട് വിളിക്കാതെ ഒന്നിച്ചു വരണ്ട എന്ന് വെച്ചതാണ്.
നാളെ രാവിലെ ഏതായാലും വരാമെന്ന് ഉറച്ചിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടത് എൻ്റെ ഭാഗ്യം. മാധവന് 150 ഉറുപ്പിക ശമ്പളമായി എന്നു കേട്ടു. വളരെ സന്തോഷമായി. മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന മൗഢ്യം സകലം തീർന്നു. മാധവന്റെ പേര് ചെവിയിൽപ്പെട്ട ഉടനെ ഒരു രോമാഞ്ചവും അല്പം ലജ്ജയും ഉണ്ടായി. മുഖം അല്പം ഒന്ന് താഴ്ത്തി മന്ദഹാസം ചെയ്യുന്നത് ചെറുശ്ശേരി നമ്പൂരി കണ്ട് വളരെ സന്തോഷിക്കുകയും ഇന്ദുലേഖയുടെ അവസ്ഥയെപ്പറ്റി ബഹുമാനിക്കുകയും ചെയ്തു. ഉടനെ ഇന്ദുലേഖ, 2 ദിവസത്തിനകത്ത് മദിരാശിയിൽ നിന്ന് വരുമെന്ന് എഴുത്ത് വന്നിട്ടുണ്ട്. ഒരു സമയം ഈ പ്രാവശ്യം മടങ്ങിപ്പോവുമ്പോൾ. പിന്നെ ഒന്നും പറയാതെ കുറെ ലജ്ജിച്ചുകൊണ്ട് നിന്നു ചെറുശ്ശേരി നമ്പൂതിരി. മടങ്ങിപ്പോവുമ്പോൾ ഇന്ദുലേഖയും കൂടെ അല്ലേ? ഇന്ദുലേഖ മന്ദഹസിച്ചും കൊണ്ട്, അതെ, തിരുമനസ്സിനുമായിട്ട് സംസാരിപ്പാൻ മനസ്സുള്ള ആൾക്ക് സംസാരിപ്പാനുള്ള വാക്കുകളും സംഗതികളും തിരുമനസ്സു തന്നെ വേണ്ട വിധം അറിയിപ്പിച്ചും പറഞ്ഞും കൊടുക്കുന്നത് ചിലപ്പോൾ വലിയ ഉപകാരമായിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി, നിങ്ങൾ 2 ആളുടെയും കൂടെ ഞാനും മദിരാശിയിലോളം വരാം. ഇന്ദുലേഖയും മാധവനും ഭാര്യാഭർത്താക്കന്മാരായി അധികകാലം അതിഭാഗ്യത്തോടുകൂടി ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹവും അനുഗ്രഹവും. ഈ വാക്കുകൾ പറയുമ്പോൾ നമ്പൂരിയുടെ കണ്ണിൽ അശ്രുക്കൾ നിറഞ്ഞു വശായി. അതിമനോഹരിയായ ഇന്ദുലേഖയ്ക്ക് ഈ അതിസുന്ദരനായ മാധവൻ തന്നെ ഭർത്താവായി കാണണമെന്നാണ് ഇവരെ 2 പേരെയും കാണുക മാത്രം ഉണ്ടായിട്ടുള്ള സാമാന്യ ബുദ്ധികളായ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹവും അഭിപ്രായവും. എന്നാൽ ഇവരെ 2 പേരുടെയും രൂപസൗന്ദര്യത്തിനു പുറമെ ഇവരുടെ പഠിപ്പ്, ബുദ്ധിസാമർഥ്യം, ശീലഗുണം, അന്യോന്യമുള്ള അനുരാഗം ഇതുകളെ വെടിപ്പായി മനസ്സിലാക്കിയിട്ടുള്ള അതിബുദ്ധിമാനും വിദ്വാനുമായ ചെറുശ്ശേരി നമ്പൂരിക്ക് ഇവരുടെ ചേർച്ചയിലും അഭ്യുദയത്തിലും അതിസന്തോഷവും അതുനിമിത്തം സന്തോഷ അശ്രുക്കളും ഉണ്ടായത് ആശ്ചര്യമല്ലല്ലോ. നമ്പൂരി മേൽ കാണിച്ച പ്രകാരം പറഞ്ഞപ്പോൾ ഇന്ദുലേഖയ്ക്കും കണ്ണീർ താനേ പുറപ്പെട്ട് ഗൽഗദാക്ഷരമായി. ഇന്ദുലേഖ, ഇവിടുത്തെ അനുഗ്രഹം ഞങ്ങൾ വളരെ ഭക്തിപൂർവം എല്ലായ്പ്പോഴും കാക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ചെറുശ്ശേരി നമ്പൂതിരി, മദിരാശിയിൽ നിന്ന് ഏത് തീയതിക്ക് എത്തും എന്ന് തീർച്ചയായി എഴുതിയിട്ടുണ്ടോ? ഇന്ദുലേഖ, ഇനിയത്തെ ആഴ്ചയിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. എഴുതിയിട്ട് ഇന്നേക്ക് 2-3 ദിവസമായി. മറ്റന്നാളോ 4-ാം നാളോ വരുമായിരിക്കും. ചെറുശ്ശേരി നമ്പൂതിരി, എൻ്റെ ഇവിടെ നിന്നുള്ള യാത്ര എന്നോ? പുറപ്പാടിൻ്റെ കാര്യം കൊണ്ട് നമ്പൂതിരി ഒന്നും മുകളിൽ നിന്ന് പ്രസ്താവിച്ചിരിക്കില്ല. താമസിപ്പാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു. ഇന്ദുലേഖയും ചിരിച്ചു. ഇന്ദുലേഖ, എന്താണ് ഒരു ശ്രീരാമോദന്ത ശ്ലോകം എഴുതി അയച്ചത് നേരത്തെ? ചെറുശ്ശേരി നമ്പൂരിയും ഇന്ദുലേഖയും വളരെ ചിരിച്ചു. ഇന്ദുലേഖ, ഇവിടുന്ന് കൂടെ എഴുന്നള്ളിയത് എൻ്റെ ഭാഗ്യം തന്നെ. ഞാൻ അമ്പലത്തിൽ പോയി വരാം. രാവിലെ യാത്രയില്ലെങ്കിൽ നിശ്ചയമായി അമറേത്ത് കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നള്ളണം. ചെറുശ്ശേരി നമ്പൂതിരി, രാവിലെ യാത്രയുണ്ടാവുമെന്ന് തോന്നിയില്ല. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട് കുളിമുറിയിലേക്ക് പോയി. ചെറുശ്ശേരി നമ്പൂരി യഥാപൂർവം കസാലമേൽ തന്നെ പോയി ഇരുന്നു. അപ്പോഴേക്ക് മെതിയടിയുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഇന്ദുലേഖ പറഞ്ഞ വാക്കുകളും ബന്ധപ്പെട്ടു പോന്നതും നമ്പൂതിരിപ്പാട്ടിലേക്ക് അപ്പോൾ ഒട്ടും തന്നെ സുഖമായില്ലെങ്കിലും രാത്രി 9 മണിക്ക് 2ാമത് പാട്ട് കേൾക്കാനും മറ്റും മുകളിലേക്ക് പോവാൻ നിശ്ചയിച്ച സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഉടനെ ചിരിച്ചും കൊണ്ട് 4 കെട്ടിലേക്ക് വന്ന് ചെറുശ്ശേരിയെ കണ്ടു. നമ്പൂതിരിപ്പാട്, എന്താണ് ചെറുശ്ശേരി തന്നെ ഇരുന്ന് മുഷിഞ്ഞുവോ? മുകളിലേക്ക് വരാമായിരുന്നില്ലേ? ഇന്ദുലേഖ അതിസുന്ദരി തന്നെ. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ശിവ ശിവ, സൗന്ദര്യത്തിൻ്റെ ഒരു വിശേഷം ഇഷ്യുണ്ടേനും അതിശയം തന്നെ. ചെറുശ്ശേരി നമ്പൂതിരി, ഇവിടത്തെ പോലെ ഒരു പുരുഷനെ ഇന്ദുലേഖയും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇന്ദുലേഖയും പരിഭ്രമിച്ചിരിക്കണം. അത് ഞാൻ മുമ്പ് തന്നെ നിശ്ചയിച്ച കാര്യമാണ്. നമ്പൂതിരിപ്പാട്, എന്താ ചെറുശ്ശേരി, ഇന്നാളൊരു ശ്ലോകം ചൊല്ലിയില്ലേ? രംഭയെ കണ്ടിട്ട് രാവണൻ ഭ്രമിച്ച മാതിരി. ആ ശ്ലോകം ഒന്ന് ചൊല്ലൂ. ചെറുശ്ശേരി ശ്ലോകം ചൊല്ലുന്നു.
ഇയം ബാലാലീലാധരഗമനലോലാളകഭരാ ചലച്ചീലാ ചോളാ പിഹിതകുജശൈലാ വിദുമുഖീ ലസൽഭാലാമാലാ നിബദദളിജാലാ വിഷമിത സ്മരജ്വാലാ വ്രീളാമപഹരതി നീലാബ്ജനയനാ. നമ്പൂതിരിപ്പാട്. ആ ശ്ലോകം ഒരു ഓലയിൽ എഴുതി എൻ്റെ വശം തരൂ. കേശവൻ നമ്പൂതിരി ഉടനെ ഓലയും എഴുത്താണിയും കൊണ്ടുവന്നു. ചെറുശ്ശേരി ശ്ലോകം എഴുതി നമ്പൂതിരിപ്പാട് വശം കൊടുത്തു. ആ ഓലയും കയ്യിൽ പിടിച്ച് അദ്ദേഹം കുറേ നേരം നാലുകെട്ടിൽ കസാലമേൽ ഇരുന്നു. അപ്പോൾ എന്തോ കാര്യവശാൽ ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ നാലുകെട്ടിൻ്റെ വടക്കേ അറയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്പൂതിരിപ്പാട് കണ്ടു. ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടിയമ്മ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വയസ്സ് 35 ആയിട്ടുള്ളൂ. നമ്പൂതിരിപ്പാട് ഈ സ്ത്രീയെ കണ്ട ഉടനെ കേശവൻ നമ്പൂതിരിയോട്, ഈ കടന്നുപോയ സ്ത്രീ ഏതാണ് കറുത്തേടം? കേശവൻ നമ്പൂരിക്ക് ഉള്ളിൽ വല്ലാതെ ഒരു ഭയം തോന്നി. ലക്ഷ്മിക്കുട്ടിയമ്മ തനിക്ക് വളരെ പ്രതിപത്തിയുള്ള ഭാര്യയാണ്. ഈ നമ്പൂതിരിപ്പാട്ടിൻ്റെ സ്വഭാവം തനിക്ക് നല്ല നിശ്ചയമുണ്ട് താനും. കേശവൻ നമ്പൂതിരി ആകപ്പാടെ ഒന്ന് ഭ്രമിച്ചു. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയുടെ അമ്മയാണ്. നമ്പൂതിരിപ്പാട്: ഓഹോ, കറുത്തേടത്തിൻ്റെ പരിഗ്രഹം അല്ലേ? കേശവൻ നമ്പൂതിരി: അതെ. നമ്പൂതിരിപ്പാട്: എനിക്ക് സംസാരിക്കണം, ഇങ്ങോട്ട് വിളിക്കൂ. കേശവൻ നമ്പൂതിരി: ഒരു വിരോധമില്ല. പാട്ട് കേൾക്കാൻ വരുമ്പോൾ ഇന്ദുലേഖയുടെ മാളിക മുകളിൽ കണ്ട് സംസാരിക്കാം, അതല്ലേ നല്ലത്? ചെറുശ്ശേരി നമ്പൂരി: അല്ല, ഇപ്പോൾ തന്നെയാണ് നല്ലത്. രാത്രി പാട്ടിൻ്റെ ഇടയിൽ എന്ത് സംസാരിക്കാൻ കഴിയും? ചെറുശ്ശേരി നമ്പൂതിരി നമ്പൂരിപ്പാട്ടിലെ ചോദ്യവും കേശവൻ നമ്പൂതിരിയുടെ പരിഭ്രമവും കണ്ട് ആകപ്പാടെ വളരെ രസിച്ചു. ഇങ്ങനെ തന്നെ വരണം, ഇളിഭ്യൻ കേശവൻ നമ്പൂതിരി ഒന്ന് ബുദ്ധിമുട്ടട്ടെ എന്ന് ചെറുശ്ശേരി നമ്പൂതിരി ഇച്ഛിച്ചുകൊണ്ടാണ് മേൽ കാണിച്ച പ്രകാരം പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞത് ദ്രുതഗതിക്കാരൻ നമ്പൂതിരിപ്പാട്ടിലേക്ക് വളരെ രസമായി. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി പറഞ്ഞത് ശരി. എനിക്ക് ഇപ്പോൾ തന്നെ കണ്ട് സംസാരിക്കണം. നമുക്കെല്ലാം കറുത്തേടത്തിൻ്റെ അറയിൽ പോയി ഇരിക്കാമല്ലോ. കറുത്തേടം ആകപ്പാടെ അശേഷം ഒരു ലൗകികമില്ലാത്ത ആളാണ്. ഇതിനു മുമ്പേ നമ്മളെ അറയിലേക്ക് ക്ഷണിച്ചു കൊണ്ടു പോവേണ്ടതല്ലേ ചെറുശ്ശേരി? ചെറുശ്ശേരി നമ്പൂരി: സംശയം എന്താണ്? അങ്ങനെയല്ലേ വേണ്ടത്. നോക്ക്, ഇപ്പോൾ തന്നെ പോവാമല്ലോ, അല്ലേ കറുത്തേടം? കേശവൻ നമ്പൂതിരി: അതെ, പോവാം, അതിനെന്ത് സംശയം എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂതിരി വളരെ വിഷാദത്തോടുകൂടി എഴുന്നേറ്റു. കൂടെ തന്നെ നമ്പൂതിരിപ്പാടും. നമ്പൂതിരിപ്പാട്: എന്താ, ചെറുശ്ശേരി വരുന്നില്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, വേണമെങ്കിൽ വരുന്നതിനും വിരോധമില്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ ചെറുശ്ശേരി ഇവിടെ തന്നെ ഇരിക്കോ, ഞാനും കറുത്തേടവും കൂടി പോയി വരാം. ചെറുശ്ശേരി നമ്പൂതിരി: അങ്ങനെ തന്നെ. നമ്പൂരിപ്പാടും കേശവൻ നമ്പൂതിരിയും കൂടി കേശവൻ നമ്പൂതിരിയുടെ അറയിൽ കടന്നു ചെന്നു. ലക്ഷ്മിക്കുട്ടി അമ്മയെ അറയിൽ കണ്ടില്ല. ഇന്ദുലേഖയുടെ ദാസി അമ്മു അറയിൽ നിന്ന് അടയ്ക്ക കഷണിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അമ്മു എന്ന സ്ത്രീയും കണ്ടാൽ നല്ല സ്ത്രീയുള്ള ഒരു സ്ത്രീയാണ്. ഏകദേശം 25 വയസ്സ് പ്രായമുണ്ട്. കേവലം വീട്ടുപണി എടുക്കുന്ന ദാസികളുടെ കൂട്ടത്തിലല്ല, ഇന്ദുലേഖയ്ക്ക് വളരെ താല്പര്യമായിട്ടാണ്. കാതിൽ ഒഴുക്കൻ മാതിരി തോടകളും കഴുത്തിൽ വെളുത്ത നൂലിന്മേൽ ചുവന്ന കല്ല് വെച്ച ഒരു പൂത്താലിയും എല്ലായ്പ്പോഴും വെളുത്ത വസ്ത്രവും ധരിച്ചു നടക്കാനാണ് ഇന്ദുലേഖയുടെ കൽപ്പന. ഇന്ദുലേഖയുമായുള്ള സഹവാസത്തിൽ ഇവൾക്ക് വൃത്തിഗുണം വിശേഷവിധിയായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്പൂതിരിപ്പാട് അകത്തു തന്നെ ഉടനെ അമ്മുവെയാണ് കണ്ടത്. ഇന്ദുലേഖയുടെ അമ്മയാണെന്ന് കണ്ടപ്പോൾ നിശ്ചയിച്ചു. നമ്പൂതിരിപ്പാട്: ഇത്ര ചെറുപ്പമാണ് കറുത്തേടത്തിൻ്റെ പരിഗ്രഹം. കറുത്തേടം മഹാഭാഗ്യവാൻ തന്നെ. ഇന്ദുലേഖയുടെ അമ്മയാണ് ഇത്. ഇന്ദുലേഖയോളം തന്നെ ചെറുപ്പമായി തോന്നുന്നു. ആശ്ചര്യം, ഒരു പെൺകിടാവാണെന്ന് തോന്നുന്നു. അത്ഭുതം, എത്ര വയസ്സായി? ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. എന്തിനാണ് ഒളിച്ചു നിൽക്കുന്നത്? ലക്ഷ്മി, ഇങ്ങോട്ടടുത്ത് വരൂ. മകൾക്ക് ഇത്ര കണ്ടില്ലല്ലോ. കറുത്തേടത്തിനെ കണ്ടിട്ടായിരിക്കാം ഇത്ര ലജ്ജ. ഇങ്ങോട്ട് വരൂ.
കേശവൻ നമ്പൂരി: ഇന്ദുലേഖയുടെ അമ്മയല്ല ഇവൾ, ഇന്ദുലേഖയുടെ ദാസിയാണ്. ഇന്ദുലേഖയുടെ അമ്മ പുറത്തെങ്ങാൻ പോയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: ഞാൻ അന്താളിച്ചു, എന്നാൽ കറുത്തേടം പോയി വിളിച്ചു കൊണ്ടുവരൂ. കേശവൻ നമ്പൂതിരി: ഞാൻ പോയിട്ട് വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂരി പുറത്തേക്ക് പോയി. പിന്നാലെ ദാസി അമ്മുവും പുറത്തേക്ക് കിടക്കാൻ പോവുമ്പോൾ നമ്പൂതിരിപ്പാട്: അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, ഒരു വിവരം ചോദിക്കട്ടെ. ഇന്ദുലേഖയുടെ വിഷളിയാണ് അല്ലേ? രസികത്തിയാണ് നീ വിഷളിയായിരിക്കേണ്ടവളല്ല, നീ മഹാസുന്ദരിയാണ്. പോവാൻ വരട്ടെ, നിൽക്കൂ നിൽക്കൂ. അമ്മു: അടിയന് മുകളിൽ പോവാൻ വഴുകി. നമ്പൂതിരിപ്പാട്: നിനക്ക് സംബന്ധം ആരെങ്കിലും ഉണ്ടോ? അമ്മു: ഇല്ല. നമ്പൂതിരിപ്പാട്: കഷ്ടം, ഈ വീട്ടിലുള്ള പ്രവൃത്തികളെല്ലാം എടുത്ത് ഈ ഓമനയായ ദേഹത്തെ ദുഃഖിപ്പിച്ച് കാലം കഴിക്കുന്നു ഇല്ലേ? ഇങ്ങോട്ട് വരൂ. എന്താണ് കയ്യിൽ, മുറുക്കാനോ? അമ്മു: മുറുക്കാനല്ല, അടയ്ക്ക കഷ്ണിച്ചതാണ്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് മുറുക്കുണ്ടോ? അമ്മു: ചിലപ്പോൾ മുറുക്കാറുണ്ട്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് ആരെങ്കിലും ചുറ്റമുണ്ടോ? സ്വകാര്യമായിട്ട് നീ എന്നോട് പറ. അമ്മു: ചുറ്റമോ? നമ്പൂതിരിപ്പാട്: ഒളിസേവ, ഒളിസേവ. അമ്മു: ഒളിസേവയോ? നമ്പൂതിരിപ്പാട്: രഹസ്യം, രഹസ്യം. അമ്മു: അടിയനൊന്നും അറിയില്ല. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുമ്പോൾ നീ കൂടെ തന്നെ വരണം. അമ്മു: വരാം എന്നും പറഞ്ഞ് ചിരിച്ചും കൊണ്ട് അമ്മു അകത്തുനിന്ന് കടന്നുപോയി. കേശവൻ നമ്പൂരി വളരെ പരിഭ്രമത്തോടുകൂടി ലക്ഷ്മിക്കുട്ടി അമ്മയെ അന്വേഷിച്ചു പോയി. അമ്പലത്തിൽ തൊഴുതുമടങ്ങി വരുന്നത് കണ്ടു. ഒരു പച്ചച്ചിരിയോടുകൂടി അടുക്കെ ചെന്നു. കേശവൻ നമ്പൂതിരി: കാണണമെന്ന് പറഞ്ഞ് അറയിലിരിക്കുന്നു, വേഗമൊന്ന് അങ്ങോട്ട് ചെന്നാൽ വേണ്ടില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ: ശിക്ഷ, ഇപ്പോൾ എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നുവോ? കേശവൻ നമ്പൂതിരി: അതൊന്നുമല്ല, ഇന്ദുലേഖയുടെ അമ്മയല്ലേ, ഒന്ന് കാണണമെന്ന് താല്പര്യം, അതുണ്ടാവുന്നതല്ലേ. നമ്പൂതിരി കാണണമെന്ന് ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ്? ലക്ഷ്മിക്കുട്ടിയമ്മ: ഒന്നുമില്ല, അങ്ങനെയാവട്ടെ, മുമ്പിൽ എഴുന്നള്ളാം, ഞാൻ വരാം എന്നും പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയമ്മ കേശവൻ നമ്പൂരിയുടെ പിന്നാലെ നടന്നു. അറയിൽ എത്താറായപ്പോൾ അമ്മു ചിരിച്ചും കൊണ്ട് പോവുന്നതും കണ്ടു. അറയുമ്മറത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ നിന്നു. കേശവൻ നമ്പൂതിരി അകത്ത് കടന്നു. നമ്പൂതിരിപ്പാട്: എന്താണ്, വന്നില്ലേ? കേശവൻ നമ്പൂതിരി: വന്നു, ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്പൂതിരിപ്പാട്: ഇങ്ങോട്ട് കിടക്കാം, ധാരാളമായിട്ട് ഇങ്ങോട്ട് കിടക്കാമല്ലോ. ഇന്ദുലേഖയെ ഞാൻ കണ്ടു, ഇന്ദുലേഖയുടെ അമ്മയെയും കാണണമെന്ന ആഗ്രഹം. ഇങ്ങോട്ട് കിടക്കാം, ഇങ്ങോട്ട് കിടക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ അകത്ത് കടന്ന് വാതിലിൻ്റെ പിൻഭാഗത്ത് ശരീരം അല്പം മറച്ചു നിന്നു. നമ്പൂതിരിപ്പാട്: എന്താ കറുത്തേടം വിളക്ക് വയ്ക്കാത്തത്? വിളക്ക് കൊണ്ടുവരാൻ പറയൂ. വിളക്ക് കൊണ്ടുവന്ന് വാതിലിൻ്റെ സമീപമായി വയ്ക്കാൻ പറഞ്ഞു. വച്ചു. നമ്പൂതിരിപ്പാട് നേരെയും തിരിഞ്ഞും ചാഞ്ഞും നോക്കി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വരൂപം സാമാന്യം കണ്ട് ഭ്രമിച്ചു. കലശലായി ഭ്രമിച്ചു. കേശവൻ നമ്പൂരിയുടെ പരിഭ്രമവും വിഷാദവും വളരെ വർദ്ധിച്ചു. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിൻ്റെ ഭാഗ്യം, മഹാഭാഗ്യം. ഇന്ദുലേഖയേക്കാൾ സുന്ദരി എന്ന് പറയാൻ പാടില്ലല്ലോ. ലക്ഷ്മിക്കുട്ടി എന്നാണ് പേര് അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: അതെ. നമ്പൂതിരിപ്പാട്: ലക്ഷ്മീദേവി തന്നെ. ലക്ഷ്മീദേവി എന്നാണ് ഇനി ഞാൻ വിളിക്കാൻ ഭാവം. എന്താണ് കറുത്തേടമൊന്നും പറയാത്തത്? കേശവൻ നമ്പൂരി എന്ത് പറയാനാണ്? കേശവൻ നമ്പൂരിയുടെ കാര്യം വളരെ പരിങ്ങലിലായി എന്നേ പറവാനുള്ളൂ. ഈ ശനി തൻ്റെ കാര്യം പൊക്കമാക്കുമോ എന്നൊരു വിഷാദം ശുദ്ധാത്മാവായ ഈ കേശവൻ നമ്പൂരിക്ക് ഉണ്ടായി. ലക്ഷ്മിക്കുട്ടി അമ്മയുടെ തൻ്റെ ഇടവും മിടുക്കും കേശവൻ നമ്പൂരി അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷാദം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാവുന്നതല്ലായിരുന്നു. ഈ ശുദ്ധാത്മാവിന് അതൊന്നും മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യും? വെറുതെ വിഷാദിച്ചു തുടങ്ങി. നമ്പൂതിരിപ്പാട്: സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെയാണ്. എന്താ കറുത്തേടം? കറുത്തേടം മഹാഭാഗ്യവാനാണ്. ഇത്രയൊക്കെ ദ്രവ്യസ്ഥനും ശക്തനുമായ എനിക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ. കറുത്തേടം മഹാഭാഗ്യവാൻ തന്നെ. കേശവൻ നമ്പൂരി: ഊണ് കഴിക്കാൻ പോവാറായി എന്ന് തോന്നുന്നു.
നമ്പൂതിരിപ്പാട്: ആയിട്ടില്ല. ലക്ഷ്മിക്കുട്ടി, ആ വിളക്ക് അസാരം ഇങ്ങോട്ടൊന്ന് കാണിക്കോ, ഞാൻ ഗഡിയാളൊന്ന് നോക്കട്ടെ. കേശവൻ നമ്പൂരി വിളക്കെടുത്ത് കാണിച്ചു. നമ്പൂതിരിപ്പാട്ടിലേക്ക് ഇത് അശേഷം രസിച്ചില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ വിളക്കെടുത്ത് കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഒന്നും പറഞ്ഞില്ല. ഗഡിയാൾ നോക്കി 6:30 മണി ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്പൂതിരിപ്പാട് പിന്നെയും സംസാരിക്കാൻ തുടങ്ങി. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടിക്ക് വയസ്സ് എത്രയായി? ലക്ഷ്മിക്കുട്ടിയമ്മ: 35-ാമത്തെ വയസ്സാണിത്. നമ്പൂതിരിപ്പാട്: ചെറുപ്പം തന്നെ. കറുത്തേടത്തിൻ്റെ ഭാഗ്യം. കറുത്തേടം എങ്ങനെ കടന്നുകൂടി ഇവിടെ? കേശവൻ നമ്പൂരിക്ക് നെഞ്ചിടിപ്പ് തുടങ്ങി. ഈശ്വര, എൻ്റെ ഭാര്യയെ ഈ അസത്ത് തട്ടിപ്പറിക്കുമോ? ആവലാതി ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്തുവല്ലോ. ഇന്ദുലേഖയെ ഇദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയിക്കളയുമോ? ഒരു സമയം പറ്റുമെന്ന് തന്നെ തോന്നുന്നു എന്നും മറ്റുമുള്ള വിചാരം കേശവൻ നമ്പൂരിക്ക് കലശലായി തുടങ്ങി. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടിക്ക് മുമ്പേ സംബന്ധം കിളിമാനൂർ ഒരു രാജാവായിരുന്നു അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: അതെ. നമ്പൂതിരിപ്പാട്: പിന്നെയാണ് കറുത്തേടത്തിന് ശുക്രദശ വന്നത് അല്ലേ? എന്താണ് കറുത്തേടമൊന്നും പറയാത്തത്? കേശവൻ നമ്പൂതിരി: ഊണ് കഴിക്കാൻ വൈകുന്നുവല്ലോ. നമ്പൂതിരിപ്പാട്: വഴുകിയിട്ടില്ല. 7 മണിക്ക് കഴിച്ചാൽ മതി. എൻ്റെ വെള്ളിച്ചെല്ലം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂ ഗോവിന്ദനോട്. ഗോവിന്ദൻ വെള്ളിച്ചെല്ലം കൊണ്ടുവന്ന് നമ്പൂതിരിപ്പാട്ടിലെ മുമ്പിൽ വെച്ചു. നമ്പൂതിരിപ്പാട്: ലക്ഷ്മിക്കുട്ടിക്ക് ഈ വെള്ളിച്ചെല്ലം ഒന്ന് എടുത്തു നോക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ വെള്ളിച്ചെല്ലം എടുപ്പാൻ വന്നപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വരൂപം വെളിച്ചത്ത് നല്ലവണ്ണം നമ്പൂതിരിപ്പാട് കണ്ടു. നമ്പൂതിരിപ്പാട്: അത്ഭുതം, അത്ഭുതം, അതിശം, അതിശം തന്നെ, ആശ്ചര്യം തന്നെ. കറുത്തേടത്തിൻ്റെ ഭാഗ്യവിശേഷം തന്നെ. അതിസുന്ദരി. എന്താ കറുത്തേടം നന്ന ഭ്രമിച്ചിട്ടാണ് അല്ലേ? അതിന് സംശയമുണ്ടോ? ആര് ഭ്രമിക്കാതിരിക്കും? സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ. ആ ചെല്ലപ്പെട്ടി നല്ല മാതിരിയോ? ലക്ഷ്മിക്കുട്ടിയമ്മ: ഒന്നാന്തരം തന്നെ. നമ്പൂതിരിപ്പാട്: വേണമെങ്കിൽ എടുക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ: അതിന് അസ്വാധീനമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്പൂതിരിപ്പാട്: ശരി ശരി, വാക്കുസാമർഥ്യം അതിശം. അതിശായി പറഞ്ഞ വാക്ക്. ഇങ്ങനെ ഇരിക്കണം വാക്കുസാമർഥ്യം. കറുത്തേടത്തിൻ്റെ ഭാഗ്യം. ഇന്ദുലേഖയ്ക്ക് സൗന്ദര്യമുണ്ടായത് ആശ്ചര്യമല്ല. പക്ഷേ വാക്കുസാമർഥ്യം ഇത്രയില്ല, അതു നിശ്ചയം. ഇന്ദുലേഖയ്ക്ക് വയസ്സെത്രയായി? ലക്ഷ്മിക്കുട്ടിയമ്മ: 18-ാമത്തെ വയസ്സാണിത്. നമ്പൂതിരിപ്പാട്: എന്നാൽ 17 വയസ്സിൽ പ്രസവിച്ചു അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: അതെ. നമ്പൂതിരിപ്പാട്: പിന്നെ കിടാങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ: ഇല്ല. നമ്പൂതിരിപ്പാട്: മുമ്പത്തെ പോലെ മനസ്സിന് സുഖമുണ്ടായിരിക്കയില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ: മനസ്സിന് സുഖക്കേടൊന്നുമില്ല. നമ്പൂതിരിപ്പാട്: രാജാവ് നല്ല യോഗ്യനായിരുന്നു അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: നല്ല യോഗ്യനായിരുന്നു. നമ്പൂതിരിപ്പാട്: എന്താണ് കഷ്ടം. ഓരോ സ്ത്രീകളുടെ യോഗ്യത പോലെ ഭർത്താവിനെയും പുരുഷന്റെ യോഗ്യത പോലെ ഭാര്യയെയും കിട്ടിക്കോളാൻ പ്രയാസം. അന്യോന്യം യോഗ്യതയായി വരണം, അതാണ് വിശേഷം. അങ്ങനെ അല്ലാതെ വന്നാൽ അത് മഹാസങ്കടമാണ്. എന്താ കറുത്തേടമൊന്നും പറയാത്തത്? കേശവൻ നമ്പൂതിരി: 7 മണിയായി എന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ആയിട്ടില്ല. എത്ര കൊല്ലമായി കറുത്തേടം സംബന്ധമായിട്ട്? കേശവൻ നമ്പൂതിരി: 6 സംവത്സരമായി. നമ്പൂതിരിപ്പാട്: എന്നിട്ടും കിടാങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ? കേശവൻ നമ്പൂതിരി: അതെ. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിൻ്റെ ഭാഗ്യം ഓർത്തിട്ട് എനിക്ക് ബഹു അത്ഭുതം തോന്നുന്നു. ഇന്നാൾ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി. അതിൽ ഒരാൾ മറ്റൊരാളുടെ ഭാര്യയെ കണ്ട് അസൂയപ്പെട്ട മാതിരി പറയുന്നുണ്ട്. ശ്ലോകം എനിക്ക് തോന്നുന്നില്ല. ചെറുശ്ശേരിയെ ഇങ്ങോട്ട് വിളിക്കൂ.